അമ്മയെ തല്ലിയാലും രണ്ട് വശമുണ്ടല്ലേ? ആരെങ്കിലും അറിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും തടസ്സമുണ്ടാവുമോ എന്ന് വിചാരിച്ച് ആരോടും പറയാതിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ? അത് നോക്കുമ്പോൾ രേണുസുതി എന്ന് പറയുന്നത് എന്തൊരു വലിയൊരു മോട്ടിവേറ്ററാണ്. ഒരിക്കൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് സഹായം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ പേരിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണമെന്ന് പറയാൻ പറ്റുമോ? തേക്കലി പ്രേംസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണുസുതി എന്ന സോഷ്യൽ മീഡിയ പേഴ്സൺ, അതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിനുവേണ്ടി കുറച്ച് റിസർച്ചസ് ചെയ്തപ്പോഴാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാം എന്ന് തോന്നിയത്. ഞാൻ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഒരു കാര്യത്തെപ്പറ്റി ഒബ്സർവ് ചെയ്യാറുണ്ട്. അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് തുടങ്ങാം. ഞാൻ ഈ വിഷയം സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഉറപ്പായിട്ടും ഉണ്ടാവും. മറ്റൊന്നുമല്ല, എൻ്റെ ക്ലയൻസ് ആയിക്കോട്ടെ അല്ലാത്ത പരിചയക്കാരായിക്കോട്ടെ പല കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊരു കാര്യമുണ്ട് കേട്ടോ, പക്ഷേ ഇത് വേറെ ആരോടും പറഞ്ഞിട്ടില്ല. അയൽവക്കക്കാരോടോ സ്വന്തം അടുപ്പമുള്ള ബന്ധുക്കളോട് പോലും പറഞ്ഞിട്ടില്ല. കാര്യങ്ങളെല്ലാം ശരിയായി കഴിഞ്ഞിട്ടേ പറയുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ്? ശരിക്കും പറഞ്ഞാൽ അത്ഭുതമുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇത്രയ്ക്കും കോൺഫിഡൻസ് ഇല്ലാതെ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ളവരെ പറ്റി തീരെയും കോൺഫിഡൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ അത്രയും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹമാണെന്നുള്ളത്. അത് എന്താ പറയുക, നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ് എന്ന് പറയാം. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത്തരം അനുഭവങ്ങളുണ്ടാവും അല്ലേ? ബേസിക്കലി എന്ത് മറ്റുള്ളവർ പറയുന്നുള്ളതിനേക്കാൾ ഒരു മറ്റുള്ളവർ നല്ലത് ചിന്തിക്കത്തില്ല, ഒരു നെഗറ്റീവ് എനർജി, ഇങ്ങനെ പല റീസൺസ് ഉണ്ട് ആൾക്കാർക്ക് ഇതിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി. അപ്പോൾ നമ്മൾ ഓർക്കുന്നത് അമ്മയെ തല്ലിയാലും രണ്ട് അഭിപ്രായമുണ്ട് എന്നുള്ള ഒരു ചൊല്ലാണല്ലേ. അപ്പം നമുക്ക് മറ്റുള്ളവരുടെ അഭിപ്രായത്തെ അത്രയും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാഴിക മാത്രമല്ല മറ്റുള്ളവർ അത്രയ്ക്ക് എക്സെൻട്രിക് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞേക്കാം. ഇങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യവുമായിട്ട് നമ്മളുടെ സോഷ്യൽ മീഡിയ പേഴ്സൺ ആയിട്ടുള്ള രേണുസുധിയുടെ ജീവിതത്തെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ, താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഇവർ സോഷ്യൽ മീഡിയയിലുള്ളവരാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആരോടും പറയാതെ പബ്ലിഷ് ചെയ്യാതെ ഇരുന്നിട്ട് കാര്യമില്ല. ഈ സോഷ്യൽ മീഡിയ പേഴ്സൺ ആയിക്കോട്ടെ എന്ത് എൻ്റർടൈൻമെൻറ്റ് മീഡിയയിലുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് സെൽഫ് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവർക്ക് പുറത്ത് വന്ന് അവരുടെ പെർഫോമൻസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി. തീർച്ചയായും പല അഭിപ്രായങ്ങളും ഉണ്ടാവും, പല സെറ്റ് ബാക്സും ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് ഈ വ്യക്തിയെ പേഴ്സണലി ഒന്നും അറിയില്ല. സോഷ്യൽ മീഡിയയിൽ കണ്ട കമൻസും സോഷ്യൽ മീഡിയയിൽ കണ്ട റീൽസും ഒരുപാട് കാര്യങ്ങളും ഒക്കെ വെച്ച് ഒരുപാട് കാര്യങ്ങളാണ് ഇവരെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നമുക്ക് നമ്മളിത് വ്യൂ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടൈപ്പ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി അല്ലേ, അല്ലെങ്കിൽ നമ്മൾ കാണാതെ വിട്ടാൽ മതി. പക്ഷേ ഇത് കാണുകയും ചെയ്യും, എന്നിട്ട് ഈ പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നുകയാണ്. ഇത്രയും സമയം മനുഷ്യർക്ക് എവിടെ നിന്നാണ് എന്നുള്ള ഒന്ന്. രണ്ട്, ഓക്കെ, അവർ പറയുന്ന ഒരു നെഗറ്റീവ് സൈഡ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് പോയി കാണുന്നത് എന്നുള്ളത്. പക്ഷേ ഇതിനെല്ലാം അപ്പുറം ഞാൻ കാണുന്ന ഒരു അത്ഭുതകരമായ അല്ലെങ്കിൽ കണ്ടു പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഈ വ്യക്തി ഇതിനെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ തളരാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവരെ വിമർശിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് പോലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പും ഡെവലപ്പ് ചെയ്തു വരുന്നു. ഇതെല്ലാം ഒരു പോസിറ്റീവ് സെൻസിൽ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ. ഞാൻ ഈ വ്യക്തിയുടെ റീൽസ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളുടെ ഒന്നും വലിയൊരു ഇത്രയും കണ്ട് നോക്കിയിട്ടും എനിക്കത്ര ഒരു വലിയ ഇമ്പ്രസീവായിട്ട് അത് കാണണം എന്ന് തോന്നുന്ന ഒരു ആളല്ല. അത് ബേസിക്കലി ഈ വ്യക്തിയുടെ മാത്രമല്ല, ഞാൻ അത്രയും അധികം സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ TV കാഴ്ച എന്ന് പറയുന്ന ഒരു കാര്യത്തിലും അധികം ഒഴുകാത്ത ഒരു വ്യക്തിയാണ്. ഓഫ് കോഴ്സ് അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം ഉപയോഗിക്കാറുണ്ട്, ഇല്ല എന്നല്ല. അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് മോശമാണെന്നുമല്ല. പക്ഷേ ഈ വ്യക്തിയെപ്പറ്റി ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം, നമ്മളുടെ സമൂഹത്തിൽ നിന്ന് നമ്മൾ പലരും മുന്നോട്ട് വരാത്ത പല കാര്യങ്ങളും കാണും. മുന്നോട്ട് വരാത്തതിന് അത് ഒരു ജോലി ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ, ചിലർ പറയുന്നത് എന്നെ കാണാൻ കൊള്ളില്ല അതുകൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തകളുള്ളവരുണ്ടാവാം. അതല്ലെങ്കിൽ എനിക്ക് കാണാനൊക്കെ കൊള്ളാം പക്ഷേ കഴിവില്ല. ഇനിയിപ്പം വേറെ ചില വ്യക്തികൾ പറ്റി മറ്റുള്ളവർ പറയുന്നു കാണാനും കൊള്ളാം, വലിയ വേറെ കുഴപ്പമൊന്നുമില്ല, ജോലിക്കുമൊക്കെ കൊള്ളാം, പക്ഷേ ഒട്ടും സ്വഭാവം കൊള്ളില്ല. ഇങ്ങനെ പല പല ആസ്പെക്ട്സ് ഉണ്ട് ഒരു മനുഷ്യൻ്റെ അല്ലേ. സൗന്ദര്യം, സ്വഭാവം, കഴിവ്, ഇനി നമ്മുടെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, ഇതൊന്നും ഇല്ലെങ്കിലും കൊള്ളാം, ഇഷ്ടംപോലെ കാശുണ്ടല്ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാശില്ലല്ലോ.
അപ്പോൾ ഇത് എങ്ങനെ ഇതൊക്കെ ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമുക്കെല്ലാം പല പ്രതിസന്ധികൾ. അപ്പം ഞാൻ ഈ പറഞ്ഞ വാക്കൊന്നുകൂടെ പറയണം, ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഒരു പ്രതിസന്ധി കാണുമായിരിക്കും, അല്ലെങ്കിൽ രണ്ടെണ്ണം കാണുമായിരിക്കും. ഈ രേണു എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാം പ്രതിസന്ധിയാണ്. അതായത് അവരുടെ സൗന്ദര്യത്തെ പറ്റി മനുഷ്യർ കുറ്റം പറയുന്നു, അവരുടെ ആക്ടിങ്ങിനെ പറ്റി കുറ്റം പറയുന്നു, അവരുടെ സ്വഭാവത്തെ പറ്റി കുറ്റം പറയുന്നു, അവരുടെ അവരുടെ ഇല്ലായ്മയിൽ സഹായിച്ചിട്ട് അങ്ങനെ സഹായം ചെയ്ത് ഇവരെ കുറ്റം പറയാൻ വേണ്ടി ഞാൻ പറയല്ല കേട്ടോ. പക്ഷേ സഹായം ചെയ്തപ്പോൾ കൈയടിച്ച പൊതുജനം അവർ ഉദ്ദേശിക്കുന്ന വഴിയിലല്ല ഈ വ്യക്തി പോകുന്നത് എന്ന് കാണുമ്പോൾ അവർ ചീത്ത പറയുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും ഒരു കാര്യത്തിൽ തന്നെ എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ക്രിറ്റിസിസം നേരിട്ട് കഴിഞ്ഞാൽ തളർന്നു പോകുന്നിടത്തുനിന്ന് രേണു സുധി എന്ന് പറയുന്ന വ്യക്തി അവരുടെ സൗന്ദര്യത്തെ കുറ്റം പറയുന്നു. അവരുടെ എന്താ പറയുക, എന്തിനെ പറ്റിയാണ് കുറ്റം പറയാത്തത്? എല്ലാത്തിനെ പറ്റിയും. പക്ഷെ വളരെ പോസിറ്റീവ് സ്പിരിറ്റോടുകൂടി അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ രേണു സുധി എന്ന് പറയുന്നത് ഒരു ബിഗ് മോട്ടിവേഷനാണ്. അപ്പോൾ നമുക്ക് ആരോട് വേണമെങ്കിലും ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. സൗന്ദര്യം ഇല്ലെന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരോട് മോട്ടിവേഷനായിട്ട് പറയാൻ പറ്റും, അതല്ലെങ്കിൽ പണമില്ല എന്ന് പറയുന്നവർക്ക് മോട്ടിവേഷനായിട്ട് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, അവരുടെ ഏതൊരു ആസ്പെക്റ്റിനെ പറ്റി ആണ് ക്രിറ്റിസിസം ഇല്ലാത്തത്, എല്ലാം. അപ്പോൾ ഇതിനെയൊക്കെ തരണം ചെയ്ത് തുടക്കത്തിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടായി, അതിൽ നിന്ന് പിടിച്ചാണ് അവർ കയറിയത്. ആ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് അല്ലെ, അതിൽ നാണിച്ചിരിക്കാതെ, അതിൽ എന്താ പറയുക, ഇങ്ങനെയല്ല എന്ന് ചിന്തിച്ചിരിക്കാതെ മുന്നോട്ട് പോയി. പക്ഷെ വീണ്ടും 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 ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് എന്നുള്ള പോലെ പ്രതിസന്ധികൾ വരുമ്പോഴും ക്രിറ്റിസിസം വരുമ്പോഴും അവർ മുന്നോട്ട് പോകാൻ കാണിക്കുന്ന ആർജവം, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അവർ മുമ്പോട്ട് പോകെ എന്തോ ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് അവരൊരു മോശമാണെന്നോ മോശം ആയിരിക്കുന്നോ ആകട്ടെ എന്നൊന്നുമല്ല. കാരണം മനുഷ്യൻ ഓരോ ദിവസവും വളരുകയാണ്. ഇന്ന് കാണുന്ന വ്യക്തി ആയിരിക്കില്ല നാളെ കാണുന്ന. സാമൂഹ്യമായിട്ടും വ്യക്തിപരമായിട്ടും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന നല്ലതും ദോഷവുമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും, അതൊക്കെ ഉണ്ടാവാം. സോ ആ വ്യക്തി എന്തിലേക്കാണ് പോകുന്നത് എന്നൊന്നും നമുക്കറിയില്ല. അല്ലെങ്കിൽ നല്ലതാവട്ടെ എന്ന് ആശിക്കാം. പക്ഷേ അവരുടെ ആ ഒരു ആർജവം കണ്ടുപഠിക്കേണ്ടതാണ്. അത് കണ്ടുപഠിക്കൂ. ഈ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അത് കണ്ടുപഠിക്കൂ. തീർച്ചയായിട്ടും ഒരു കണ്ടുപഠിക്കേണ്ട വ്യക്തി തന്നെയാണ്. ഇപ്പോൾ എന്താ പറയുക, അവരെ എതിർക്കുന്നവർക്ക് ചോദിക്കാൻ പറ്റും, ഇതാണോ അതാണോ. നമുക്ക് ഇതിൻ്റെ ഒന്നും എല്ലാ സത്യാവസ്ഥയും അറിഞ്ഞിട്ടല്ല, ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടാണ് ഇതെല്ലാം പറയുന്നത്. അതുപോലെ തന്നെ ഇവരോട് സഹതാപം കാണിച്ചതും മീഡിയയിൽ വരുന്ന കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടാണല്ലേ. അതുകൊണ്ട് നമ്മളൊരിക്കലും അവരോട് സഹതപിച്ചു, അവർക്ക് നല്ലത് വരാൻ ആഗ്രഹിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അവർ നടക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന, അവർക്ക് സന്തോഷം നൽകുന്ന ജീവിതമായിട്ട് അവർ മുന്നോട്ട് പോകട്ടെ. പക്ഷേ അതിൽ നിന്ന് കണ്ടുപഠിക്കാനുള്ള കാര്യങ്ങൾ കണ്ടുപഠിച്ചാൽ നമുക്ക് കൊള്ളാം. അപ്പം അമിതമായിട്ട് ക്രിട്ടിസൈസ് ചെയ്ത് അവനവൻ്റെ സമയം കളയാതിരിക്കുക. അവർ ചെയ്യുന്നത് പോലെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും എൻ്റെ ഒരു പേഴ്സണൽ വ്യൂവിൽ അവർക്ക് നല്ലൊരു ഭാവി, നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഏത് വഴിക്ക് എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ്. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. മുമ്പ് പറഞ്ഞ ഞാൻ തുടങ്ങിയത് അതിലാണ്. നമുക്കൊന്നും അയൽവക്കക്കാരോടോ സ്വന്തക്കാരോടോ പോലും പറയാൻ പറ്റുന്നില്ല ഒരു കാര്യവും. അവിടെ അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്രയും പബ്ലിക്കായിട്ട് ഒരു ലൈഫ് ഇത്രയും ക്രിറ്റിസിസത്തിൻ്റെ നടുക്ക് ജീവിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ അത്രേ ഉള്ളൂ. സോ രേണു സുധിയെ ഒരു മോട്ടിവേറ്ററായിട്ട് എടുക്കുക. നിങ്ങൾക്ക് നെഗറ്റിവിറ്റി ചിന്തിക്കാനുള്ള ഒരു റിസോഴ്സ് ആയിട്ടല്ല, ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കുക. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഓൾ വെരി മച്ച് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.